ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. NDA സഖ്യവും ഇന്ത്യ സഖ്യവുമാണ്. NDA സഖ്യം ഏകദേശം 100 സീറ്റ് മാത്രമേ പിടിക്കുമെന്നാണ് പറയാനുള്ളത്. കാരണം 140-142 സീറ്റ് ഇന്ത്യ സഖ്യം പിടിക്കും. എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയും സംഘവും ഇവിടെ ജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതൊന്ന് പ്രവർത്തനം വേറൊന്ന് എന്നുള്ളതാണ്. ഈ വോട്ട് ചോരി വിഷയത്തിൽ ഒരാൾ 22 ഒരാളുടെ പേരിൽ ഫോട്ടോ രാഹുൽ ഗാന്ധി 22 200 ചില്ലാനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പല കോൺഗ്രസ്സുകാരെയും പേര് വെട്ടിമാറ്റി വോട്ടിൽ ചെയ്യാൻ പോകുമ്പോഴാണ് അറിയാത്തത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ക്രമക്കേടുകൾ നടത്തി അധികാരത്തിൽ വരുന്നതാണ് BJP. ആ BJPയെയും NDA കക്ഷിയെയും പുറത്താക്കുമെന്നും ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് നവംബർ എണ്ണിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ രാജിവെക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാരണം നൂലിന്മേൽ നിൽക്കുന്ന സർക്കാരാണ് NDA സർക്കാർ. എന്ന് വെച്ചാൽ ഒരു 10 പേര് മാറിയാൽ 10-20 പേര് മാറിയാൽ ഭരണം നഷ്ടപ്പെടും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിൻ്റെ നല്ല സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പരാതി കൊടുത്തില്ല ആനാചാന എന്നൊക്കെ പറയുന്നുണ്ട്. പരാതി സുപ്രീം കോടതി കൊടുത്തില്ല പറഞ്ഞത്. സുപ്രീം കോടതി കൊടുക്കുന്നതോടൊപ്പം ജനങ്ങൾ പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കുന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം തകർപ്പൻ ഭൂരിപക്ഷത്തിൽ നവംബർ 14 എണ്ണുമ്പോൾ ജയിച്ചു വരും എന്നും ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമെന്നും ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ പറഞ്ഞു.